ലോ വേഴ്സസ് അറിവുകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് കാലമായിട്ട് ചെറുകിട കച്ചവടക്കാർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം അവരുടെ ടേൺ ഓവർ വർഷം കഴിയും തോറും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒന്നാമത്തേത് ഓൺലൈൻ വ്യാപാരത്തിലുള്ള വർധനവാണ്. രണ്ടാമത്തേത് സൂപ്പർ മാർക്കറ്റുകളുടെ കടന്നുകയറ്റവും. മൊബൈൽസ്, ഇലക്ട്രോണിക്സ്, ടെക്സ്റ്റൈൽസ് തുടങ്ങിയവയാണ് ഓൺലൈൻ വ്യാപാരത്തിൽ പ്രധാനപ്പെട്ടതെങ്കിൽ നിത്യ ഉപയോഗ സാധനങ്ങളുടെ കച്ചവടമാണ് സൂപ്പർ മാർക്കറ്റുകൾ കൈയടക്കിയിരിക്കുന്നത്. ഏതാനും ഷട്ടറുകളുള്ള ചെറുകിട കച്ചവടക്കാരെയാണ് ഇത് സാരമായി ബാധിച്ചിരിക്കുന്നത്. ഫലത്തിൽ ധാരാളം കടമുറികൾ ഒഴിഞ്ഞു കിടക്കുന്ന കാഴ്ച കേരളത്തിൽ എല്ലായിടത്തും ദർശിക്കാവുന്നതാണ്. ഇത് കച്ചവടക്കാരെ മാത്രമല്ല ബാധിച്ചിരിക്കുന്നത്, കെട്ടിടം ഉടമകളുടെ വാടക വരുമാനവും നിലച്ചിരിക്കുകയാണ്. എറണാകുളം പോലെയുള്ള തിരക്കേറിയ നഗരങ്ങളിൽ പോലും ഇത് കാണാവുന്നതാണ്. ഒരു കാലത്ത് ഏറ്റവും തിരക്കുണ്ടായിരുന്ന എറണാകുളം MG റോഡിൽ പോലും ഇത് ബാധിച്ചിട്ടുണ്ട്. കാരണങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഇത് കാലത്തിൻ്റെ മാറ്റമാണ്, ആർക്കും തടഞ്ഞു നിർത്താനാവില്ല. കുറച്ചുപേർ ഇതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്നാൽ മാറ്റത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കാലത്തിനൊത്ത് മാറ്റം ഉൾക്കൊള്ളുന്നവർക്ക് ഇത് ഒരു അവസരമാക്കാം. അതായത് കുറേ പേരെങ്കിലും ഇപ്പോൾ ഓൺലൈൻ വ്യാപാരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. രണ്ട് രീതിയിലാണ് ഇത് നടക്കുന്നത്. സ്വന്തമായി വെബ്സൈറ്റ് ഏർപ്പാടാക്കി വ്യാപാരം നടത്തുകയെന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടവർ ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ പ്രമുഖ ഓൺലൈൻ ചാനൽ ലിസ്റ്റ് ചെയ്ത് അവർ മുഖാന്തരം ട്രേഡ് നടത്തുകയാണ്. ചാനലുകൾ ലിസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ധാരാളം യൂട്യൂബ് വീഡിയോകൾ ഇന്ന് പ്രചാരത്തിലുണ്ട്. ചെറുകിട കച്ചവടക്കാർക്കും അതുപോലെ വീടുകൾ ഇരുന്നു പോലും ആർക്കു വേണമെങ്കിലും ഓൺലൈൻ വ്യാപാരം നടത്തുവാൻ സാധിക്കും. വാടകയും മറ്റ് അനുബന്ധ ചിലവുകളും ഒഴിവാകുന്നത് വഴി ചിലവ് ഗണ്യമായി കുറയുകയും ചെയ്യും. നമ്മുടെ നാട്ടിലുള്ള കാർഷിക വിഭവങ്ങൾ, പ്രത്യേകിച്ച് സ്പൈസസ്, മറ്റ് നാടുകളിൽ എവിടെ വേണമെങ്കിലും വിൽക്കുവാനുള്ള ഒരു സുവർണ അവസരവും കൈവന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ കുടുംബശ്രീ ഐറ്റംസ് തുടങ്ങി കരകൗശല വസ്തുക്കൾ വരെ ഓൺലൈൻ ചാനൽ ലിസ്റ്റ് ചെയ്ത് വ്യാപാരം വർദ്ധിപ്പിക്കാവുന്നതാണ്. അതുവഴി വരുമാനവും നേടാം. ഇന്ന് കേരളത്തിൽ എവിടെ നോക്കിയാലും ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നതിനായി ധാരാളം ആളുകൾ ഏർപ്പെട്ടിരിക്കുന്നത് പോലെ ഓൺലൈൻ വ്യാപാര മേഖലയ്ക്കും അനന്ത സാധ്യതകൾ ഉണ്ട്. ഇച്ഛാശക്തിയും അധ്വാനിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ആർക്കും ഇതിൽ ഏർപ്പെടാവുന്നതാണ്. അടുത്ത കാലത്തായി ധാരാളം ആളുകൾ വീട്ടിലെ ഊണ്, ബിരിയാണി തുടങ്ങി പച്ചക്കറികൾ വരെ കച്ചവടം നടത്തി നല്ല നേട്ടം ഉണ്ടാക്കിയതിൻ്റെ യൂട്യൂബ് വീഡിയോകൾ വളരെ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് വലിയ പട്ടണങ്ങളിൽ ജോലിയെടുക്കുന്ന ചെറുപ്പക്കാരുടെ എല്ലാം പ്രധാന ലക്ഷ്യം കുറച്ചു കാലം ജോലിയെടുത്ത് കുറേ പണം സമ്പാദിച്ചതിന് ശേഷം സ്വന്തമായി എന്തെങ്കിലും ചെയ്യുകയും അതുവഴിയുള്ള വരുമാനം കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാതെ പണ്ടത്തെ പോലെ റിട്ടയർ ചെയ്യുന്നതുവരെ ജോലിയെടുക്കുക എന്ന ചിന്താഗതി മാറിക്കഴിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാരണം ത്വരിതഗതിയിലുള്ള മാറ്റം, പ്രത്യേകിച്ച് ടെക്നോളജിയിൽ വരുന്ന മാറ്റം ഒരു ജോലിയും ദീർഘകാലത്തേക്ക് ഉണ്ടാവില്ല എന്ന തിരിച്ചറിവാണ്. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും അറിവുകൾ ഉപയോഗിച്ച് പുതിയ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യാനും മറ്റും ധാരാളം പേർക്ക് സാധിക്കുന്നുമുണ്ട്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ധാരാളം പ്രോത്സാഹനങ്ങളും ഇൻസെൻറ്റീവുകളും നൽകി വരുന്നുണ്ട്. അതുകൊണ്ടാണ് സ്റ്റാർട്ടപ്പുകൾ വഴി ഇന്ത്യ രാജ്യത്തിന് ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഒരു പ്രത്യേക സ്ഥാനം കൈവന്നിരിക്കുന്നത്. ഓൺലൈൻ വ്യാപാരത്തിനു പുറമെ ലോക്കൽ മാർക്കറ്റിങ്ങിനും അനന്ത സാധ്യതകൾ ഉണ്ട്. ഇന്ന് ടൂറിസം മേഖലയിൽ കേരളത്തിന് ഒരു പ്രമുഖ സ്ഥാനം ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം തികച്ചും വ്യത്യസ്തമാണ്. അതായത് പട്ടണങ്ങളും ഗ്രാമങ്ങളും തമ്മിൽ ചെറിയ വേർതിരിവ് മാത്രമേ ഉള്ളൂ. പ്രമുഖ ടൂറിസം സെൻ്ററുകൾക്കടുത്തുള്ള റോഡ് സൈഡ് വീടുകൾക്ക് നാടൻ വിഭവങ്ങളും മറ്റു വസ്തുക്കളും വിൽക്കുവാനുള്ള ധാരാളം അവസരങ്ങളുണ്ട്. അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ വഴിയോര കച്ചവടത്തിനും ധാരാളം സാധ്യതകൾ ഉണ്ട്. ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നതിനൊപ്പം കാർഷിക ഉൽപ്പന്നങ്ങളും വഴിയോര കച്ചവടത്തിൻ്റെ ഭാഗമാക്കാവുന്നതാണ്. കുടുംബ അംഗങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കച്ചവട സമയം ക്രമീകരിക്കാൻ സാധിക്കും. കൂടാതെ കുട്ടികളെ പോലും ഇതിൻ്റെ ഭാഗമാക്കുക വഴി അവർക്കും ഇത് പ്രയോജനപ്പെടും. കാരണം വരുമാനമുള്ള ഒരു ജോലി ലഭിക്കുന്നതുവരെ അവർക്ക് ഇത് തുടരുകയും ചെയ്യാം. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ വന്ന ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം
ഓൺലൈൻ വിൽപ്പന നടത്തുന്നത് കേരളത്തിന് അകത്ത് മാത്രമാണെങ്കിൽ GST രജിസ്ട്രേഷൻ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ സംശയങ്ങളും മറ്റും കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ മറുപടി ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.